Hello, welcome to Red Short Talks. ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിഫ്റ്റി 50 സൂചികയാണ്. നിങ്ങൾ ഷെയർ ചെയ്ത ഓഗസ്റ്റ് 3, 2025 ആ ചാർട്ട് അനാലിസിസ് വെച്ചിട്ട് ഓഗസ്റ്റ് 4 എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് നോക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ വിശകലനത്തിൽ ചില പ്രധാനപ്പെട്ട എൻട്രികൾ പറയുന്നുണ്ട്. ലോങ് പോകാനും ഷോർട്ട് പോകാനും. ഈ ലെവലുകൾ, അതിന്റെ പിന്നിലെ ലോജിക്ക്, അതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ അല്ലേ? തീർച്ചയായും. ഒരു കാര്യം ഓർക്കണം, നമ്മളിവിടെ സംസാരിക്കുന്നത് നിങ്ങൾ തന്ന ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് മാത്രം വെച്ചാണ്. ഇതിലെ കാര്യങ്ങള്, അതായത് പ്രൈസ് ആക്ഷൻ, പിന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകള്, RSI പോലുള്ള ഇൻഡിക്കേറ്ററുകള്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചില സാധ്യതകളാണ്. ഇതൊരു ട്രേഡിംഗ് ഉപദേശമൊന്നുമല്ല കേട്ടോ. ആ അനാലിസിസിലെ ഡാറ്റ വെച്ച് ഓഗസ്റ്റ് 4 വരാൻ സാധ്യതയുള്ള ചില സിനാരിയോസ് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ ലക്ഷ്യം. ശരിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വാങ്ങാനുള്ള ചാൻസസ്, അതായത് ലോങ് പോകാനുള്ള സാധ്യതകൾ ഈ അനാലിസിസിൽ എങ്ങനെയാ പറയുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഒരു പോസിബിലിറ്റി സപ്പോർട്ട് സോൺ എൻട്രി. വില 24,620-നും 24,660-നും ഇടയിലുള്ള ഒരു ഡിമാൻഡ് സോണിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ വന്നാൽ അവിടെ ഒരു അവസരമുണ്ടെന്നാണല്ലോ പറയുന്നത്. അതെ, ആ 24,620, 660 സോൺ, അതൊരു ഡിമാൻഡ് സോൺ ആയിട്ട് കാണിക്കുന്നത്. ഒരുപക്ഷെ മുമ്പ് അവിടെ വില വന്നപ്പോ ബയേഴ്സ് ആക്റ്റീവായിട്ട് വില മുകളിലോട്ട് കൊണ്ടുപോയി കാണും. അതുകൊണ്ടാണ് വീണ്ടും അങ്ങോട്ട് വരുമ്പോൾ ഒരു ബൗൺസ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വെറുതെ അവിടെ എത്തിയെന്ന് വെച്ച് ചാടിക്കേറി വാങ്ങുന്നത് അത് റിസ്ക് ആണ്. അതെ അതെ, അവിടെയാണ് ഈ ബുള്ളിഷ് സൂചനകൾ നോക്കണം എന്ന് പറയുന്നത് അല്ലേ. അനാലിസിസിൽ പറയുന്നു 15 മിനിറ്റ് ചാർട്ടിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് വിക്ക് റിജക്ഷൻ, അങ്ങനെ എന്തെങ്കിലും വേണമെന്ന്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല ചോദ്യമാണ്. ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറഞ്ഞാല് ഒരു റെഡ് ക്യാൻഡിലിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നതാണ്. അതായത് സെല്ലേഴ്സിനെ ബയേഴ്സ് ഓവർ പവർ ചെയ്യുന്നു. വിക്ക് റിജക്ഷൻ ആണെങ്കിൽ ക്യാൻഡിലിന്റെ താഴെ നല്ല നീളത്തിൽ ഒരു നിഴലുണ്ടാവും. വില താഴോട്ട് പോയി, പക്ഷെ ബയേഴ്സ് തിരിച്ചു തള്ളി മുകളിലെത്തിച്ചു എന്നതിന്റെ സൂചന. ആ ഡിമാൻഡ് സോണിൽ വെച്ച് ഇങ്ങനെ എന്തേലും കണ്ടാൽ ഓക്കെ, ആ സോൺ ഇപ്പോഴും സ്ട്രോങ് ആണ്, ബയേഴ്സ് അവിടെ ഉണ്ട് എന്നൊരു കൺഫർമേഷൻ കിട്ടും. അത് എൻട്രിയുടെ സാധ്യത കൂട്ടും. ശരിയല്ലേ? മനസ്സിലായി. അപ്പോ ഈ സ്ട്രാറ്റജി വെച്ച് ഏകദേശം 24,640 ലെവലിലൊരു എൻട്രി നോക്കാം. സ്റ്റോപ്പ് ലോസ് 24,600-ന് താഴെ. അതായത് നമ്മുടെ കണക്ക് തെറ്റിയാൽ എവിടെ ഇറങ്ങണം എന്നൊരു പ്ലാൻ. പിന്നെ ടാർഗറ്റ് 1 24,720, ടാർഗറ്റ് 2 24,780. ഈ ടാർഗറ്റുകൾക്ക് എന്തെങ്കിലും ലോജിക് ഉണ്ടാകുമോ? ഉണ്ടാവും. 24,720 ഒരു പക്ഷേ ചെറിയൊരു റെസിസ്റ്റൻസ് ആയിരുന്നിരിക്കാം മുമ്പ്. 24,780 ആണെങ്കിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന ആ മെയിൻ റെസിസ്റ്റൻസ് സോണിന്റെ തുടക്കമാണ്. സ്റ്റോപ്പ് ലോസ് 24,600-ന് താഴെ വെക്കുന്നത് ആ ഡിമാൻഡ് സോൺ ഫുള്ളായിട്ട് ബ്രേക്ക് ആയാൽ മാത്രം ലോസ് എടുത്ത് മാറുക എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ലോങ് എൻട്രി, ബ്രേക്ക്ഔട്ട് എൻട്രി. ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. വില 24,750 എന്നൊരു ലെവൽ നല്ല വോളിയത്തോടെ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്താൽ ഒരു മൊമെന്റം ലോങ് എടുക്കാമെന്ന് പറയുന്നു. എന്താണ് ഈ മൊമെന്റം ട്രേഡിംഗ്? മൊമെന്റം ട്രേഡിംഗ് എന്ന് വെച്ചാല് ശരിക്കും വില ഒരു ഡയറക്ഷനിലേക്ക് നല്ല ഫോഴ്സിൽ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒഴുക്കിന്റെ കൂടെ പോകുക എന്നതാണ്. ഇവിടെ 24,750 ഒരു പ്രധാന തടസ്സമായിരുന്നിരിക്കാം. ആ തടസ്സം നല്ല സ്ട്രോങ് വോളിയത്തോടെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം കൂടുതൽ ആളുകൾ ആ ലെവലിന് മുകളിലേക്ക് പോകുമെന്ന് വിശ്വസിച്ചു വാങ്ങാൻ തുടങ്ങിയെന്നാണ്. ആ വോള്യൂം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്ട്രോങ് വോള്യൂം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാ നമ്മൾ അളക്കുക? ചുമ്മാ കൂടിയാൽ മതിയോ അതോ? സാധാരണയായിട്ട് അനലിസ്റ്റുകൾ നോക്കുന്നത് ആ ബ്രേക്ക്ഔട്ട് നടക്കുന്ന സമയത്തെ വോള്യൂം ബാർ ഇല്ലേ, അത് തൊട്ടു മുമ്പത്തെ കുറച്ച് ബാറുകളുടെ ആവറേജിനേക്കാൾ നല്ല രീതിയിൽ കൂടുതലാണോ എന്നാണ്. ചാർട്ടിൽ നോക്കുമ്പോൾ മെൻഷൻ ആയിട്ട് ആ ബാറ് പൊങ്ങി നിൽക്കണം. അത് ആ മൂവിന് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് കാണിക്കുന്നു. വോള്യൂം കുറവാണെങ്കിൽ ചിലപ്പം അതൊരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ആകാം. വില തിരിച്ച് താഴെ വരാനും ചാൻസ് ഉണ്ട്. ശരിയാണ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോ ഈ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി പ്രകാരം എൻട്രി 24,755-നും 770-നും ഇടയിൽ, സ്റ്റോപ്പ് ലോസ് 24,710-ന് താഴെ, അതായത് ബ്രേക്ക് ചെയ്ത ലെവലിന് താഴെ, ടാർഗറ്റ്സ് 24,820-ഉം 24,800-ഉം. ഇത് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കും അല്ലേ? അതെ, സാധ്യതയുണ്ട്. 24,820 നമ്മളിനി പറയുന്ന റെസിസ്റ്റൻസ് സോണിന്റെ ടോപ്പാണ്.
24,880 ഒരുപക്ഷെ അതിനു മുകളിലുള്ള അടുത്തൊരു ലെവലായിരിക്കാം. ബ്രേക്ക്ഔട്ട് ട്രേഡ് വർക്കായാൽ പിന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മുകളിലേക്കുള്ള 2 സാധ്യതകൾ നമ്മൾ കണ്ടു. പക്ഷേ ഈ അനാലിസിസിൽ താഴോട്ടുള്ള സാധ്യതകളും പറയുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ് ഷോർട്ട് സെല്ലിനുള്ള അവസരങ്ങൾ കാണുന്നത്? റെസിസ്റ്റൻസ് റിജക്ഷൻ എന്ന് പറയണം പറയുന്നുണ്ട്. അതെ, ഇത് നമ്മൾ ലോങ് എൻട്രിക്ക് പറഞ്ഞ സപ്പോർട്ട് സോണിന്റെ നേരെ ഓപ്പോസിറ്റ് ഐഡിയ ആണ്. 24,780 തൊട്ട് 24,820 വരെയുള്ള ഏരിയ, അതൊരു സ്ട്രോങ് സപ്ലൈ സോൺ ആയിട്ടാണ് ഈ അനാലിസിസ് കാണുന്നത്. അതായത് മുൻപ് വില അവിടേക്ക് പോയപ്പോൾ സെല്ലേഴ്സ് വന്ന് വിലയെ താഴേക്ക് തള്ളിയിട്ടുണ്ടാവാം. അപ്പോൾ വില വീണ്ടും ആ സോണിലേക്ക് വരുമ്പോൾ അതുപോലൊരു റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബെയറിഷ് ക്യാൻഡിലുകളാണല്ലേ? ലോങ്ങിന് ബുള്ളിഷ് നോക്കിയ പോലെ. ഉദാഹരണത്തിന് ഈ ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ്, അങ്ങനത്തെ പാറ്റേൺസ്. എന്താണിവ? ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ കാൻഡിലിന്റെ ബോഡി ചെറുതും മുകളിലെ നിഴൽ നല്ല നീളത്തിലും ഉണ്ടാവും. വില മുകളിലേക്ക് കയറാൻ നോക്കി, പക്ഷെ സെല്ലേഴ്സ് താഴേക്ക് തള്ളി എന്നർത്ഥം. ബെയറിഷ് എൻഗൾഫിംഗ് ആണെങ്കിൽ ഒരു ഗ്രീൻ കാൻഡിലിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു റെഡ് കാൻഡിൽ വരും. സെല്ലേഴ്സ് സ്ട്രോങ് ആയി എന്ന് കാണിക്കുന്നു. ആ സപ്ലൈ സോണിൽ വെച്ച് ഇത്തരം പാറ്റേണുകൾ വന്നാൽ അത് സെല്ലിംഗ് പ്രഷർ കൂടുന്നു എന്നൊരു കൺഫർമേഷൻ ആണ്. റൈറ്റ്. അപ്പോ ഈ തന്ത്രം വെച്ച് എൻട്രി ഏകദേശം 24,800 ആ റേഞ്ചിലും, സ്റ്റോപ്പ് ലോസ് 24,850 മുകളിലും. കാരണം ആ സോൺ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ഐഡിയ തെറ്റിയല്ലോ. ടാർഗറ്റ് 1 24,720, ടാർഗറ്റ് 2 24,660. ഈ ടാർഗറ്റുകൾ നോക്കിയാൽ ഇത് നേരത്തെ നമ്മൾ ലോങ് പോയവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയയും മുൻപത്തെ സപ്പോർട്ട് ഏരിയയും ഒക്കെയാണല്ലോ. അതെ, കറക്റ്റ് ആണ്. മാർക്കറ്റ് സാധാരണയായിട്ട് സപ്പോർട്ട് എടുത്ത സ്ഥലത്തേക്ക് റെസിസ്റ്റൻസിൽ നിന്ന് തിരിച്ചു വരാറുണ്ട്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ആ റെസിസ്റ്റൻസ് പിന്നെ സപ്പോർട്ടായി മാറും. റോൾ റിവേഴ്സൽ എന്ന് പറയും ഇതിനെ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഷോർട്ട് സാധ്യത ബ്രേക്ക് ഡൗൺ എൻട്രി. ഇത് ലോങ്ങിലെ ബ്രേക്ക്ഔട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു. വില 24,600 എന്ന സപ്പോർട്ട് ലെവല് നല്ല വോളിയത്തോടെ താഴേക്ക് ബ്രേക്ക് ചെയ്താൽ കൂടുതൽ വീഴ്ച പ്രതീക്ഷിക്കാം അല്ലേ? അതെ, ഈ അനാലിസിസ് പ്രകാരം ആ 24,600 വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. നമ്മൾ നേരത്തെ ലോങ് സ്ട്രാറ്റജി പറഞ്ഞപ്പോ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞത് 600-ന് താഴെയാണല്ലോ. അപ്പോ ആ ലെവൽ ബ്രേക്ക് ആയാൽ ലോങ് എടുത്തവർ സ്റ്റോപ്പ് ലോസ് അടിച്ചു പുറത്തു പോകാൻ തുടങ്ങും. പുതിയ ഷോർട്ട് സെല്ലേഴ്സ് വരും. ഇതെല്ലാം കൂടെ വിലയെ കൂടുതൽ താഴേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ആ ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ സ്ട്രോങ് വോള്യം ഉണ്ടോ എന്നതാണ്. അത് ആ വീഴ്ചയ്ക്ക് ശക്തിയുണ്ടെന്ന് ഉറപ്പാക്കും. ശരിയാണ്. അപ്പോ അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ വന്നാൽ എൻട്രി 24,590-നും 600-നും ഇടയിൽ നോക്കാം. സ്റ്റോപ്പ് ലോസ് 24,640-ന് മുകളിൽ, അതായത് ബ്രേക്ക് ചെയ്ത സപ്പോർട്ടിൽ മുകളിൽ കയറിയാൽ ഒഴിവാകണം. ടാർഗറ്റുകൾ 24,520-ഉം 24,460-ഉം കുറച്ചുകൂടെ താഴെയുള്ള ലെവലുകളാണ്. അതെ, കാരണം ഒരു മെയിൻ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ പിന്നെ അടുത്ത സപ്പോർട്ടിലേക്കായിരിക്കും വില പോകാൻ ശ്രമിക്കുക എന്നുള്ളൊരു അനുമാനത്തിലാണ് ആ ടാർഗറ്റുകൾ. അപ്പോ ഈ 4 സാധ്യതകളും 2 ലോങ്ങിനും 2 ഷോർട്ടിനും അതിന്റെ എൻട്രി, സ്റ്റോപ്പ്, ടാർഗറ്റ് ലെവൽസും നമ്മൾ നോക്കി. ഇനി ഈ അനാലിസിസിലെ മറ്റു ചില ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ച് കൂടി സംസാരിക്കാം. RSI യെക്കുറിച്ച് പറയുന്നുണ്ട്. 15 മിനിറ്റ് ചാർട്ടിൽ RSI 66 ആണെന്ന്. എന്താ ഇതിന്റെ അർത്ഥം? RSI അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ഇത് വിലയുടെ സ്പീഡും മൊമെന്റവും അളക്കാനുള്ള ഒരു ടൂളാണ്. 0 തൊട്ട് 100 വരെയാണ് സ്കെയില്. സാധാരണ 70-ന് മുകളിൽ പോയാൽ ഓവർബോട്ട്, 30-ന് താഴെ ഓവർ സോൾഡ് എന്നും പറയും. 66 എന്ന് പറയുമ്പോൾ അത് 70-നോട് അടുത്താണ്, ഓവർബോട്ട് സോണിന്റെ അടുത്താണെന്ന് പറയാം. അപ്പോ ഈ 66 എന്ന് വെച്ചാൽ ഉടനെ താഴോട്ട് വരുമെന്നാണോ? അങ്ങനെ ഒരു ഗ്യാരണ്ടിയുമില്ല. പക്ഷേ ഇത് കാണിക്കുന്നത് ഈ അടുത്ത സമയത്തുണ്ടായ കയറ്റം കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു, ഒരു പക്ഷേ വില കുറച്ചൊന്ന് ഹീറ്റ് ആയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ഒരു ചെറിയ കറക്ഷൻ, അതായത് വില കുറച്ചൊന്ന് താഴോട്ട് വരാനോ അല്ലെങ്കിൽ അവിടെ തന്നെ കുറച്ചുനേരം കൺസോളിഡേറ്റ് ചെയ്യാനോ ഉള്ള ഒരു സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റില്ല. ഈ അനാലിസിസ് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ നിഫ്റ്റി RSI ഈ 66-70 റേഞ്ചിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നും കൂടെ നോക്കുന്നത് നന്നായിരിക്കും. അതൊരു സൂചന തന്നേക്കാം. അതൊരു നല്ല പോയിന്റാണ്. ഇനി മാർക്കറ്റ് സ്ട്രക്ചർ ഹയർ ലോസ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണത്? മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ
ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലല്ലോ പോകുന്നത്. കേറും, കുറച്ചിറങ്ങും, പിന്നെയും കേറും. ഈ ഇറങ്ങുന്ന പോയിന്റുകളാണ് ലോ. ഹയർ ലോ എന്ന് വെച്ചാൽ ഓരോ തവണ ഉണ്ടാകുന്ന ലോ പോയിന്റും അതിനു മുൻപുണ്ടായ ലോയേക്കാൾ മുകളിലായിരിക്കും. ഇത് കാണിക്കുന്നത് ഓരോ ഡിപ്പിലും ബയേഴ്സ് കുറച്ചുകൂടെ ഉയർന്ന വിലയിൽ വാങ്ങാൻ റെഡിയാകുന്നു എന്നാണ്. പൊതുവെ ഇതൊരു ബുള്ളിഷ് ട്രെൻഡിന്റെ ലക്ഷണമാണ്. പക്ഷേ ഈ ഹയർ ലോ കാണുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് 24,600 എന്ന സപ്പോർട്ടും നിൽക്കുന്നു. അപ്പോ ആ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ ഈ ഹയർ ലോ പാറ്റേൺ പിന്നെ വാലിഡ് ആകുമോ? ഇല്ല, അതാണ് പോയിന്റ്. ഹയർ ലോ പാറ്റേൺ ഇപ്പോഴുണ്ട്. പക്ഷേ അതിന്റെ തൊട്ടടുത്ത സപ്പോർട്ട് 24,600 ആണ്. ആ ലെവൽ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ആയാൽ ഈ ഹയർ ലോ പാറ്റേൺ ഇൻവാലിഡ് ആകും. ഷോർട്ട് ടേം ട്രെൻഡ് ഒരു പക്ഷേ ബെയറിഷിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 24,600-ന് ഇത്ര പ്രാധാന്യം. അപ്പോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഓഗസ്റ്റ് 4-ലേക്കുള്ളൊരു ഓവറോൾ ബയാസ് എന്താണ്? ഈ അനാലിസിസ് പറയുന്നത് കുറച്ചൊരു ബുള്ളിഷാണോ അതോ? ഒരു കോഷ്യസ്ലി ബുള്ളിഷ് എന്നാണ് പറയുന്നത്. അതായത് കുറച്ചൊരു ശുഭാപ്തി വിശ്വാസം. പക്ഷേ സൂക്ഷിക്കണം. കാരണം ഹയർ ലോ സ്ട്രക്ചർ ഉണ്ട്, എന്നാൽ RSI ഓവർബോട്ടിനടുത്താണ്. തൊട്ടുമുകളിൽ 24,780, 820 എന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് സോണും ഉണ്ട്. അപ്പോൾ മുകളിലേക്കുള്ള യാത്ര അത്ര ഈസി ആയിരിക്കില്ല. റെസിസ്റ്റൻസിൽ തട്ടി താഴെ വരാനും സാധ്യതയുണ്ട്. 24,600 ബ്രേക്ക് ആയാൽ താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. രണ്ടും മനസ്സിൽ വെക്കണം. അപ്പോ ചുരുക്കത്തിൽ ഓഗസ്റ്റ് 4-ലേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഈ കീ ലെവൽസ് ശ്രദ്ധിക്കുക എന്നതാണ്. താഴെ 24,620-660 സോണും 24,600-ഉം, മുകളിൽ 24,750-ഉം പിന്നെ 24,780-820 സോണും. ഈ ലെവൽസിൽ പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് കൺഫർമേഷനുകളോടെ ട്രേഡ് എടുക്കുന്നതിനെ പറ്റിയാണ് ഈ അനാലിസിസ് പറയുന്നത്. അതെ തന്നെ. ടെക്നിക്കൽ അനാലിസിസ് എന്നത് പ്രോബബിലിറ്റിയുടെ കളിയാണ്. ഓഗസ്റ്റ് 3 വരെയുള്ള ഡേറ്റ വെച്ച് ഓഗസ്റ്റ് 4-ലേക്കുള്ള ചില സാധ്യതകളും പ്ലാനുകളുമാണ് ഈ അനാലിസിസ് തരുന്നത്. പക്ഷേ മാർക്കറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പുതിയ ന്യൂസ്, ഗ്ലോബൽ മാർക്കറ്റ് ഇതൊക്കെ ഇതിനെ ബാധിക്കാം. അതുകൊണ്ട് ഈ ലെവൽസ് ഓർമ്മ വെക്കുക. ലൈവ് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കി മാത്രം ഡിസിഷൻ എടുക്കുക. ശരിയാണ്. അപ്പം നമ്മൾ ഈ വിശകലനത്തിലെ പ്രധാന കാര്യങ്ങൾ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ലോങ്, ഷോർട്ട് സാധ്യതകൾ, RSI, മാർക്കറ്റ് സ്ട്രക്ചർ ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓഗസ്റ്റ് 4-ലെ മാർക്കറ്റ് വിലയിരുത്താൻ ഇതൊരു സഹായമാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും. ഇതൊരു ഫ്രെയിംവർക്കാണ്. ഇതിനുള്ളിൽ വെച്ച് അന്നത്തെ മാർക്കറ്റ് നോക്കി കാണാൻ ശ്രമിക്കാം. ഇത് നമ്മളെ ഒരു പ്രധാന ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ ഈ അനാലിസിസിലെ ലെവൽസും സാധ്യതകളും നിങ്ങൾ കേട്ടല്ലോ. ഇനി ഓഗസ്റ്റ് 4-ന് മാർക്കറ്റ് തുറക്കുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ്, അപ്പോൾ ഗ്യാപ്പ് ഡൗണോ ഉണ്ടായാൽ അത് ഈ പറഞ്ഞ സിനാരിയോസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും? ഉദാഹരണത്തിന് 24,820-ന് മുകളിൽ ഗ്യാപ്പ് അപ്പ് ആയാൽ ആ റെസിസ്റ്റൻസ് റിജക്ഷൻ ഷോർട്ട് ഐഡിയ പിന്നെ നോക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതോ 24,600-ന് താഴെ ഗ്യാപ്പ് ഡൗൺ ആയാൽ അത് ആ ബ്രേക്ക് ഡൗൺ എൻട്രിക്ക് ഒരു കൺഫർമേഷനായിട്ട് എടുക്കാമോ? ഈ ടെക്നിക്കൽ അനാലിസിസിനപ്പുറം അന്നത്തെ ന്യൂസ്, മറ്റ് ഇൻഡെക്സുകളുടെ മൂവ്മെന്റ്, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ഈ പ്ലാനുമായിട്ട് കണക്ട് ചെയ്യും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആലോചിക്കാവുന്നതാണ്.